ആദ്യം ഫൗണ്ടേഷൻ ശരിയാക്കണം, പിന്നെ മേപ്പോട്ട് പണിയുക. കട്ടിളയും ജന്നലും കെട്ടും കോൺക്രീറ്റൊക്കെ പിന്നീട്. തറ ആദ്യം റെഡിയാക്കുക, അതാണ് ഹൃദയം. പിന്നീട് അള്ളാഹുവിനെ പറ്റി ഓർക്കുക, ചിന്തിക്കുക. എന്നിട്ട് നിസ്കരിക്കുക. ഇതാണ് നിയമം. വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് അനാവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ടില്ല. പ്രതികാര ചിന്തയോടുകൂടിയാണ് നമ്മൾ പലരും നിസ്കാരത്തിൽ പെടുന്നത്. ശുദ്ധമായിരിക്കുന്ന ഹൃദയവും ശുദ്ധമായ ചിന്തയുമാണ് നമുക്ക് ആവശ്യം. اللهم اجعل صباحنا هذا صباح الصالحين وألسنتنا ألسنة الذاكرين وقلوبنا قلوب الخاشعين وأبداننا أبدان المطيعين وأعمالنا أعمال المتقين. നമ്മുടെ ദുആ എല്ലാ ദിവസവും സുബഹിക്ക് ചെയ്യുന്ന ദുആ എപ്പോഴും ചെയ്യാ ദുആ. മഹാന്മാർക്ക് എപ്പോഴും ദുആ കേൾക്കും ദുആയാണ്. എന്റെ നാവിനെ വ്യാഖ്യാനങ്ങളുടെ നാവാക്കി തരണം. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ പറ്റി എപ്പോഴും പറയുന്ന, അള്ളാഹുവിന്റെ പേര് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറയുന്ന, അള്ളാഹുവിന് ശാക്കിറാകുന്ന നാക്കാകണം. എപ്പോഴും നമ്മുടെ നാവ് അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കണം. ശുക്രിലും ദിക്റിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹൃദയം ഖാശിഈങ്ങളുടെ ഹൃദയമാകണം. അള്ളാഹുവിനെ പേടിക്കുന്നവരുടെ ഹൃദയമാകണം. അള്ളാഹുവിനെ ഭയക്കുന്നവരുടെ ഹൃദയമാകണം. أفلح من تزكى وذكر اسم ربه وصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. എന്തെല്ലാം വിഷയങ്ങളാണ് ഈ ആയത്തുകളിൽ കൂടി അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആഖിറത്തിന്റെ വിജയം സുനിശ്ചിതം. അത് ഉറപ്പുവരുത്തണമെങ്കിൽ അല്ലാഹു തആലയ്ക്ക് പരിശുദ്ധിയുള്ള ഭക്തിയുള്ള മുക്തി നേടിയ ഒരു ഹൃദയത്തിന്റെ അവകാശികളായി ഞാനും നിങ്ങളും ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നമ്മളുടെ ബാഹ്യരൂപത്തിലേക്ക് അല്ലാഹുവിന് നോട്ടമില്ല. നമ്മളുടേതായ അംഗലാവണ്യത്തിലേക്ക് അല്ലാഹുവിന് നോട്ടമില്ല. അല്ലാഹു തആല നോക്കുന്നത് മനുഷ്യ ഹൃദയത്തിൻ്റെതായ പരിശുദ്ധിയിലാണ്. നാഥനായ റബ്ബ് നോക്കുന്നത് നിങ്ങളുടെ സൂറത്തിലേക്കും ശാരീരിക ലാവണ്യത്തിലേക്കും അല്ലാഹു തആല നോക്കുന്നില്ല. അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ എത്രയോ കറുത്ത നീഗ്രോ അടിമകളുടെ സയ്യിദായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ, സ്വഹാബിയല്ലേ. അല്ലാഹുവിന്റെ ആ മാർഗം കൈക്കൊള്ളാൻ വേണ്ടി അവിടുന്ന് അനുഭവിച്ച യാതനകളും വേദനകളും നമുക്ക് അറിയാം. മഹാനായിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമയ്യത്ത് എന്ന് പറയുന്ന മുതലാളി സയ്യിദ് യജമാനൻ പീഡിപ്പിച്ച് തൗഹീദിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായ ആ രംഗങ്ങളിലെല്ലാം ചിന്തിച്ചാൽ ബോധം കെട്ടി വീഴുന്ന അത്രയും ശക്തമായ ഉപദ്രവങ്ങൾ, മൃഗീയ പീഡനങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിനെ അരിപ്പ പോലെ പകർത്തു കളഞ്ഞു എന്നുള്ളതാണ്. അതിക്രൂരമായിരിക്കുന്ന മർദ്ദനങ്ങൾ അല്ലാഹു അഅദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ബിലാൽ